ആശകളായിരം ഒറ്റ വാക്കിൽ പറഞ്ഞ ജയറാമിൻ്റെ ഒരു ഒന്നൊന്നര തിരിച്ചുവരവ് ആണ് ആശകൾ ആയിരം. ചിത്രത്തിൽ ജയറാമിൻ്റെ മകനായിട്ട് തന്നെയാണ് കാളിദാസൻ അഭിനയിക്കുന്നത്. അച്ഛൻ മകൻ ബന്ധം വളരെ മനോഹരമായി ഒരു ഫീൽ ഗുഡ് മൂവിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഏതൊരു പ്രേക്ഷകനും മനസ്സിലാകും ഇത് കാളിദാസൻ ഒരു സിനിമാക്കാരനാകാൻ ശ്രമിക്കുന്ന ചിത്രമാണെന്ന്. അപ്പോൾ നമുക്ക് തോന്നും, ഈ പ്രമേയം പല സിനിമകളിലും നമ്മൾ കണ്ടതാണല്ലോ, ഇനി അതിന് സ്കോപ്പുണ്ടോ, ഇത് വെറും വെറുപ്പിക്കലാവുമോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ അതുപോലൊന്നുമല്ല ഈ സിനിമ എന്ന് ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സിനിമാക്കാരനാകുക എന്നതാണ് കാളിദാസൻ്റെ മോഹമെങ്കിലും അത് മറ്റ് സിനിമകളിലെ പോലെ ബോറടിപ്പിക്കാതെ വളരെ നാച്ചുറലായി നമ്മുടെയൊക്കെ മിഡിൽ ക്ലാസ് സാധാ ഫാമിലിയിലെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങളും ബന്ധങ്ങളും കുടുംബവും ജീവിതവും എല്ലാമായി വളരെ ആസ്വാദകരമായി നല്ല സന്തോഷത്തോടു കൂടി കണ്ടു തീർക്കാവുന്ന സിനിമയാണ് ആശകളായിരം. ആശ എന്നാണ് ചിത്രത്തിൽ ആശ ശരത്തിൻ്റെ പേര്. നമ്മുടെയൊക്കെ നാട്ടുമ്പുറത്തെ അമ്മമാരെ പോലെ തന്നെ ഒരു സാധാ കുടുംബത്തിൻ്റെ ചുറ്റുപാടിൽ കാണിക്കുന്ന അമ്മയും അച്ഛനുമാണ് ജയറാമും ആശയും. ഈ ചിത്രത്തിൽ ഒരു സീനുണ്ട്, ജയറാം ഒരു കൊച്ചിന് മിഠായി കൊടുത്തുകൊണ്ട് കരഞ്ഞ് ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്ന സീന്. അതൊരു സിനിമാ ചിത്രീകരണത്തിൽ ജയറാം അഭിനയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആ സീനിൽ ജയറാം കരയുമ്പോൾ എൻ്റെ കൂടെ തിയേറ്ററിൽ സിനിമ കണ്ടിരുന്നവരെല്ലാം ഒന്നടങ്കം കൈയടിച്ചു. അത്ര മനോഹരമായി ജയറാം അത് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹമൊക്കെ ഇപ്പോഴും സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്ത് നിലനിൽക്കുന്നത്? അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് പോലെയും പ്രേക്ഷകന് തോന്നും വിധം ഭംഗിയായി മാസായി ഫാമിലി മാനായി ജയറാം തകർത്തു. ഇൻ്റർവെൽ വരെ മാത്രം ഈ സിനിമ കാണാൻ ടിക്കറ്റ് എടുത്താലും വർത്താണ്. കാരണം അത്ര മനോഹരമാണ് ഈ സിനിമ. രണ്ടാം പകുതി അവസാനിക്കുമ്പോൾ ആദ്യ പകുതിയാണ് കൂടുതൽ നന്നായി തോന്നുക. എന്നാലും മൊത്തത്തിൽ തികഞ്ഞ ഒരു ഫാമിലി മൂവി. അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെയായി സന്തോഷമായി മനം നിറഞ്ഞ് പോയി ഇരുന്ന് കണ്ടുവരാവുന്ന ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ ആയിരം.